വിഷ്ണുശാലിനിയുടെ ഇന്നത്തെ എപ്പിസോഡിൽ രാഘവൻ നായരുടെ വീടാണ് കാണിക്കുന്നത്. അവിടെ അർജുൻ ശാരികയുടെ കാര്യമൊക്കെ രാഘവൻ നായരോട് പറയുന്നുണ്ട്. അന്നേരം അതൊക്കെ ആലോചിച്ച് രാഘവൻ നായർ വിഷമിക്കുകയാണ്. ശാരദാമ്മയുടെ കാര്യം വല്ലാത്ത കഷ്ടം തന്നെ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ വിഷ്ണുവിൻ്റെയും ശാലിനിയുടെയും മൊബൈൽ റെസ്റ്റോറൻറ്റൊക്കെ നന്നായിട്ട് പോകുന്നില്ലേന്ന് ചോദിക്കുകയാണ്. അന്നേരം ആൾക്കാരൊക്കെ കേട്ടറിഞ്ഞ് വരുന്നുണ്ട് എന്ന് അവർ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഭാമ ആരുടെയോ ഫോണിൽ സംസാരിച്ചുകൊണ്ട് ശരി എന്നൊക്കെ പറഞ്ഞ് അങ്ങോട്ടത്തേക്ക് വരുന്നത്. അന്നേരം ഭാമയുടെ ഗൗരവം കണ്ടിട്ട് എന്താ കാര്യമെന്ന് രാഘവൻ നായർ തിരക്കുകയാണ്. അന്നേരം ഇത് കേട്ടുകൊണ്ട് സുസ്മിതയും വരുന്നുണ്ട്. പക്ഷേ സുസ്മിത അവരുടെ അടുത്തേക്ക് വരുന്നില്ല. ആ സംഭാഷണം ശ്രദ്ധിച്ച് അങ്ങ് പിറകിലോട്ട് നിൽക്കുകയാണ്. സുസ്മിതയെ ആരും കാണുന്നുമില്ല. തുടർന്ന് സത്യഭാമ പറയുകയാണ്, പഞ്ചകൈലാസത്തിൽ കാണാതായ രോഹിത്തിൻ്റെ കേസ് അന്വേഷണം നിഷാദിൽ നിന്നും മാറ്റി വേറൊരു ഉദ്യോഗസ്ഥനെ ഏൽപ്പിച്ചിരിക്കുകയാണ്. മിനിസ്റ്റർ PA ആണ് വിളിച്ചു പറഞ്ഞത് എന്ന് പറയുകയാണ്. അന്നേരം അത് ആരാണ് എന്ന് ചോദിക്കുമ്പോൾ അർജുൻ ചോദിക്കുന്നുണ്ട് അത് ആരാണെന്ന്. അന്നേരം അതൊന്നും ഞാൻ അന്വേഷിച്ചില്ല, പക്ഷേ രോഹിത്തിനെ കുറിച്ചുള്ള അന്വേഷണം നടക്കുന്നില്ല എന്ന് പറഞ്ഞ് സർക്കാരിൽ സമ്മർദ്ദം ചെലുത്തിയത് ഞാനാണ്. പക്ഷേ ആ കേസിനോടുള്ള താല്പര്യമൊക്കെ എനിക്ക് പോയി. പത്മാവതി ആണെങ്കിൽ കോളനിയിലെ ആ സ്ത്രീകളെയും കൊണ്ടുവന്നിവിടെ പെരുമാറിയപ്പോഴേ ഞാനതങ്ങ് വിട്ടു എന്ന് പറയുകയാണ്. അന്നേരം എന്നൊക്കെ രാഘവൻ നായർ വയ്ക്കുന്നുണ്ട്. പക്ഷേ ഇതൊക്കെ കേട്ടുകൊണ്ട് സുസ്മിത നിൽക്കുകയാണ്. അന്നേരം അർജുൻ അങ്ങ് കാര്യങ്ങൾ വിശദമായിട്ട് ഒരു വക്കീലാണല്ലോ, അപ്പം ഏകദേശം കേസിനെ കുറിച്ചൊക്കെ ധാരണയുണ്ടാവും. അപ്പോൾ അർജുൻ പറയുകയാണ്, അപ്പോൾ നിഷാദിനേക്കാളും എന്തായാലും കൂടിയ റാങ്കുള്ള ഉദ്യോഗസ്ഥനെ ആയിരിക്കും വച്ചിട്ടുണ്ടാവുക. അപ്പോൾ സുസ്മിതയെ എന്തായാലും ചോദ്യം ചെയ്യും, ഇവിടേക്ക് വരികയും ചെയ്യും. പിന്നെ പഴയ ഉദ്യോഗസ്ഥൻ്റെ വിമർശനങ്ങളോ കാര്യങ്ങളോ ഒന്നും പുള്ളി കണക്കെടുക്കാനായിട്ട് സാധ്യതയില്ല. ഇനി ഒന്നേന്ന് തുടങ്ങും എന്ന് പറയുമ്പോൾ സുസ്മിതയെ ചോദ്യം ചെയ്യില്ലേ എന്ന് രാഘവൻ നായർ ചോദിക്കുകയാണ്. തീർച്ചയായും ചോദ്യം ചെയ്യലുണ്ടാവും എന്നൊക്കെ പറയുമ്പോൾ ഇതൊക്കെ കേട്ട് സുസ്മിത അങ്ങ് ആകെ പേടിച്ചിരിക്കുകയാണ്. നാളെ രാവിലെ തന്നെ വരും അവർ സുസ്മിതയെ കാണാനായിട്ട്. അവിടെ നടന്ന സംഭവത്തിൽ ഏക ദൃക്സാക്ഷി സുസ്മിതയല്ലേ എന്ന് പറയുകയാണ്. സത്യഭാമ പറയുന്നുണ്ട്. അന്നേരം രാഘവൻ നായർ പറയുന്നുണ്ട്, നീ ഇതിനെ ഇടങ്കോലിടാതിരുന്നാൽ മതി എന്ന് പറയുന്നുണ്ട്. അന്നേരം ഞാനായിട്ട് മുൻകൈ എടുത്ത് ഒന്നും ചെയ്യില്ല, പക്ഷേ അവരുടെ തെളിവെടുപ്പിനോടും പിന്നെ കേസിൻ്റെ അന്വേഷണത്തിനും എൻ്റെ പൂർണ്ണമായ സഹകരണം ഉണ്ടാകും എന്ന് സത്യഭാമ പറയുകയാണ്. അന്നേരം അത് മതി എന്ന് രാഘവൻ നായർ പറയുന്നുണ്ട്. അപ്പോൾ സത്യഭാമ മുൻകൈ എടുത്ത് ചെയ്യില്ല, പക്ഷേ കേസിനോട് സഹകരിക്കും എന്നൊക്കെ കേൾക്കുമ്പോൾ സുസ്മിതയ്ക്ക് അങ്ങ് ആകെ പേടിയും വെപ്രാളവും ഒക്കെ വരികയാണ്. സുസ്മിത അങ്ങ് തിരികെ അങ്ങ് റൂമിലേക്ക് പോവുകയാണ്. ഈ സമയത്ത് അവിടെ കറണ്ട് പോവുകയാണ്. അന്നേരം ഇൻവെർട്ടർ വർക്ക് ചെയ്യില്ലേന്ന് ഇങ്ങനെ ഭാമ ചോദിക്കുകയാണ്. അന്നേരം ഇൻവെർട്ടർ കേടാണെന്ന് പൊന്നു പറഞ്ഞിരുന്നു എന്ന് പറയുമ്പോൾ വിഷ്ണുവിനോട് പറയും എന്നിങ്ങനെ പെട്ടെന്ന് സത്യഭാമ പറയാൻ വരികയാണ്. അന്നേരം വിഷ്ണുവിനോട് എന്ന് പറയുമ്പോൾ ഭാമ നിർത്തുന്നുണ്ട്. അന്നേരമാണ് ഭാമ ഓർമ്മിക്കുന്നത്. പക്ഷേ അത് കേട്ടിട്ട് രാഘവൻ നായരും അർജുനും പരസ്പരം മുഖത്തോട് മുഖം നോക്കി ചിരിക്കുകയാണ്. തുടർന്ന് അർജുൻ അങ്ങ് പെട്ടെന്ന് പറയുന്നുണ്ട്, ഞാൻ പോയി മെഴുകുതിരി എടുത്തുകൊണ്ട് വരാമെന്ന്. അന്നേരം തനിക്ക് പറ്റിയ അത് അബദ്ധമായ ഒരു ചമ്മി രീതിയിൽ സത്യഭാമ അങ്ങ് ഇരിക്കുകയാണ്. പക്ഷെ അതിനെക്കുറിച്ച് പിന്നീട് ആരും സംസാരിക്കുന്നില്ല. തുടർന്ന് അർജുൻ പോയി മെഴുകുതിരി എടുത്തുകൊണ്ട് വന്ന് കത്തിച്ച് അവിടെ വയ്ക്കുകയാണ്. അന്നേരം സത്യഭാമ അങ്ങ് പറയുകയാണ്, പിള്ളയോട് ഒരു കാര്യം പറഞ്ഞേൽപ്പിച്ചാൽ ചെയ്യില്ല എന്നൊക്കെ പറഞ്ഞ് പിള്ളയെ വഴക്ക് പറയുന്നത്. സത്യഭാമയ്ക്ക് അങ്ങ് വിയർക്കുകയും അങ്ങ് കൈവച്ച് വീശുകയും സാരി തുമ്പൊക്കെ വെച്ച് വീശുകയൊക്കെ ചെയ്യുന്നതാണ്. അന്നേരം രാഘവൻ നായർ പറയുകയാണ്, അവനവൻ ചെയ്യുന്നത് പോലെ ഒരു കാര്യം മറ്റാരെയും പറഞ്ഞേൽപ്പിച്ചാൽ ശരിയാവില്ല. അന്നേരം രാഘവേട്ട നമ്മൾ പറഞ്ഞ് അവസാനിപ്പിച്ച കാര്യങ്ങൾ ഇനി പറയണ്ട എന്ന് പറയുകയാണ്. അതൊക്കെ നമ്മൾ അവസാനിപ്പിച്ചതാണെന്ന് പറയുമ്പോൾ പിന്നെ അവനെ എന്തിനാണ് പിറകെ നടന്ന് ബുദ്ധിമുട്ടിപ്പിക്കുന്നത്, പിന്തുടരുന്നത്, ഉപദ്രവിക്കുന്നത് എന്നൊക്കെ രാഘവൻ നായർ ചോദിക്കുമ്പോൾ മില്ലിലെ പണിയും തട്ടുകടയിലൊക്കെ ജോലിയുമൊക്കെയാണോ സത്യഭാമയുടെ മകന് ചെയ്യാൻ പറ്റുന്നത് എന്ന് ചോദിക്കുകയാണ്. അന്നേരവും സത്യഭാമ ചോദിക്കുമ്പോൾ രാഘവൻ നായർ മിണ്ടില്ല. ഈ സമയത്ത് സുസ്മിതയാണെങ്കിൽ റൂമിൽ പോയി ഒരു മെഴുകുതിരി കത്തിക്കുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, അപ്പോൾ നാളെ ഈ വീട്ടിൽ സത്യത്തിൻ്റെ പ്രകാശം പകരാൻ പോവുകയാണ്. അത് കൊണ്ടുവരുന്നതോ പുതിയൊരു ഇൻവെസ്റ്റിഗേഷൻ ഓഫീസറും. പക്ഷേ അത് പകർത്താനായിട്ട് ഈ സുസ്മിത സമ്മതിക്കില്ല. ഈ സുസ്മിത ഇപ്പോൾ ഇവിടെ പ്രകാശം ഉണ്ടാക്കും എന്ന് പറഞ്ഞിട്ട് ആ ഒരു മെഴുകുതിരിയുമായിട്ട് പ്രീതിയുടെ റൂമിലേക്ക് പോവുകയാണ്. പക്ഷേ താഴെ ഇരിക്കുന്ന രാഘവൻ നായർ സ്റ്റെയർ വഴി ഇങ്ങനെ സുസ്മിത മോളിൽ കൂടെ ഇങ്ങനെ പ്രീതിയുടെ റൂമിലേക്ക് പാസ് ചെയ്യുന്ന കാണുന്നുണ്ട്. പക്ഷേ രാഘവൻ നായർ അതത്ര ഗൗനിക്കുന്നില്ല. പിന്നീട് രാഘവൻ നായർ ഭാമയോട് ചോദിക്കുകയാണ്, പിന്നെ നമ്മൾ പറഞ്ഞ് അവസാനിപ്പിച്ചതൊക്കെ ആണെങ്കിൽ പിന്നെ നീയും അവനുമായിട്ട് യാതൊരു ബന്ധവുമില്ല, വിഷ്ണുവായിട്ട് ബന്ധമില്ല, പിന്നെ നീ എന്തിനാണ് അവൻ എന്തെങ്കിലും ചെയ്തുകൊണ്ട് ജീവിക്കട്ടെ എന്ന് വിചാരിക്കണം എന്ന് പറയുമ്പോൾ അർജുൻ അത് ശരിവയ്ക്കുകയാണ്. അന്നേരം രാഘവേട്ട ഒന്ന് ചുമ്മാ ഇരിക്കുക, ഇത് സംസാരിക്കാതെ ഇരിക്കുന്നതാണ് നല്ലതെന്ന് പറയുമ്പോൾ അത് തന്നെയാണ് നല്ലത് എന്ന് പറഞ്ഞ് ആ സംസാരം അവിടെ നിർത്തുകയാണ് രാഘവൻ നായർ.
തുടർന്ന് പ്രീതിയുടെ റൂമിലേക്ക് എത്തുന്ന സുസ്മിതയാണെങ്കിൽ ഒരു കസേര നീക്കിയിട്ട് മെഴുകുതിരിയും കൊണ്ട് പ്രീതിയുടെ അടുത്തേക്ക് ഇരിക്കുകയാണ്. എന്നിട്ട് ഹലോ കറണ്ട് പോയി മോളെ എന്ന് പറയുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട് ഓ നിന്റെ കറണ്ട് എന്നേ പോയതാണ് എന്ന് പറഞ്ഞിട്ട് പ്രീതിയെ മൂടിയിരിക്കുന്ന ആ ഷീറ്റിൻ്റെ ഒരു അറ്റം എടുത്തിട്ട് ആ മെഴുകുതിരിയുടെ തുമ്പിലേക്ക് ഇങ്ങനെ പിടിക്കാനായിട്ട് പോവുകയാണ്. എന്നിട്ട് അതങ്ങ് പെട്ടെന്ന് മാറ്റുന്നുണ്ട്. എന്നിട്ട് പറയുകയാണ് നിന്നെ പെട്ടെന്നൊന്നും പരലോകത്തേക്ക് പറഞ്ഞയക്കണം എന്നൊന്നും എനിക്ക് ആഗ്രഹമില്ല, നിന്നെ കൊല്ലാനുള്ള പ്ലാൻ എനിക്ക് ഇല്ല എന്നൊക്കെ ഞാൻ നിന്നോട് പറഞ്ഞതല്ലേ, ഞാൻ എല്ലാ കാര്യങ്ങളും നിന്നോടല്ലേ ഷെയർ ചെയ്യുന്നത്. പക്ഷേ നാളെ പുതിയൊരു ഇൻവെസ്റ്റിഗേഷൻ ഓഫീസർ വരാൻ പോവുകയാണ്. അദ്ദേഹത്തിന് തെളിവുകൾ ഈ കോമ സ്റ്റേജിൽ കിടക്കുന്ന നീ എന്തായാലും തേടി പോയി കൊടുക്കാനൊന്നും പോകുന്നില്ല. പക്ഷെ നിന്റെ പേരിൽ വരുന്ന അനോണിമസ് കോൾ ഉണ്ടല്ലോ, അതിപ്പോൾ നീ ആയാലും നിനക്ക് വേണ്ടി ഏതെങ്കിലും ഒരു വെൽവിഷർ ചെയ്യുന്നതാണെങ്കിലും അത് തന്നെയാണ് നിനക്ക് പരലോകത്തേക്കുള്ള ഒരു ചീട്ടടിച്ച് തരുന്നത്. നാളെ ആ ഇൻവെസ്റ്റിഗേഷൻ ഓഫീസർ വരുമ്പോൾ ഇവിടെ മുറ്റത്ത് ഒരു പന്തലുണ്ടാവും അയാളെ സ്വീകരിക്കാനായിട്ട്. ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കായിട്ട് രാമായണവും പിന്നെ അകത്തെ തളത്തിൽ വെള്ളയൊക്കെ പുതച്ച് തേങ്ങയിൽ നാളികേരത്തിൽ എണ്ണ ഒഴിച്ച് തിരിയൊക്കെ കത്തിച്ച് നിന്റെ ശരീരം ഇങ്ങനെ വെട്ടിയിട്ടതുപോലെ കിടത്തും ഞാൻ എന്നൊക്കെ സുസ്മിത അങ്ങ് പറയുകയാണ് ദേഷ്യത്തോടു കൂടി. എന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് വെച്ച് ആ ഷീറ്റ് ഇങ്ങനെ മെഴുകുതിരിയുടെ അറ്റത്തേക്കൊക്കെ പിടിക്കുന്നുണ്ട്. എന്നിട്ട് അത് മാറ്റുകയൊക്കെ ചെയ്യുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട് രോഹിത്തിനെ കൊന്നത് ഞാനാണ് എന്നതിനുള്ള ഏക ദൃക്സാക്ഷി നീയല്ലേ, അപ്പോൾ നിനക്കറിയാമല്ലോ എങ്ങനെയാണ് രോഹിത് മരിച്ചതെന്ന്. പക്ഷേ ഞാനിപ്പോൾ രണ്ടാമതൊരു കൊലപാതകം കൂടി ചെയ്യാൻ പോവുകയാണ്, നിന്റെ കൊലപാതകം. വൈകാതെ തന്നെ നിങ്ങളുടെ കമ്പനിയിലേക്ക് ശാലിനി കൂടി ജോയിൻ ചെയ്യും. അപ്പം നിനക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായി, എല്ലാവരെയും ഞാൻ ഇല്ലാതാക്കും എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങ് പരുഷമായിട്ടൊരു എന്തോ ഒരു പ്രതികാരത്തോടു കൂടി അങ്ങ് സുസ്മിത സംസാരിക്കുകയാണ്. ഇതൊക്കെ കേട്ടുകൊണ്ട് പ്രീതി അങ്ങനെ കിടക്കുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട് സാധാരണ എല്ലാവരും മരിച്ചതിന് ശേഷമാണ് ചിതയിലേക്ക് വയ്ക്കുന്നത്, പക്ഷേ നിന്റെ മരണം അങ്ങനെയല്ല, നീ ചിതയിൽ കിടന്നാണ് മരിക്കാൻ പോകുന്നത്. നീ സുഖം പ്രാപിച്ചു വരും എന്ന് നിന്റെ അമ്മയും അച്ഛനും ഭർത്താവും ഒക്കെ കരുതുന്ന ഈ ഹോസ്പിറ്റൽ ബെഡ് കിടന്നായിരിക്കും നിന്റെ മരണം എന്ന് പറഞ്ഞിട്ട് ആ ഷീറ്റിൻ്റെ അറ്റം വീണ്ടും എഴുതിലേക്ക് പിടിക്കാൻ നോക്കുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട് പക്ഷേ ഇത് ഞാൻ ഇങ്ങനെയല്ല ചെയ്യാൻ പോകുന്നത്, എല്ലാം ഒരു സ്വാഭാവിക മരണമായി കാണണ്ടേ, ഇതൊക്കെ എനിക്ക് കാണണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ നിനക്കാണെങ്കിലോ പിന്നെ ഒന്ന് തീ ഇങ്ങനെ കത്തിപ്പടരുമ്പോഴോ ഒന്ന് നിലവിളിക്കാനോ എഴുന്നേൽറ്റ് ഓടാനോ സാധിക്കില്ലല്ലോ, അത് എനിക്ക് കാണണമെന്നുണ്ട്. പക്ഷേ അത് ഞാൻ നിന്ന് കണ്ടാൽ അത് സ്വാഭാവിക മരണമാകില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് പതിയെ സുസ്മിത മെഴുകുതിരിയും കൊണ്ടങ്ങ് എണീക്കുകയാണ്. അതിനുശേഷം സുസ്മിത ആ വിൻഡോ കർട്ടൻ്റെ താഴെ തറയിൽ കൊണ്ടുവന്ന മെഴുകുതിരി വെക്കുകയാണ്. വിൻഡോ കർട്ടൻ അങ്ങ് താഴെ വരെ ഉണ്ട്, കുറച്ച് മാറ്റിയാണ് വെക്കുന്നത്. പക്ഷേ കാറ്റിൽ ഇങ്ങനെ വിൻഡോ ഇങ്ങനെ ആടുന്നുണ്ട്. അതിനുശേഷം മെഴുകുതിരി വെച്ച ശേഷം ഇങ്ങനെ തൊട്ടൊക്കെ തൊഴുകയാണ്. പ്രസാദമൊക്കെ തൊട്ട് തൊഴുമ്പോൾ തൊട്ടൊക്കെ തൊഴുന്നുണ്ട് സുസ്മിത. എന്നിട്ട് പ്രീതിയുടെ അടുത്തേക്ക് ചെന്ന് പറയുകയാണ് അപ്പോൾ ഗുഡ് ബൈ പ്രീതി, നീ സുഖമായിട്ട് ഉറങ്ങിക്കോ എന്ന് പറഞ്ഞിട്ട് സുസ്മിതയാണെങ്കിൽ അങ്ങ് ഇറങ്ങി വാതിലും അടച്ചങ്ങ് പോവുകയാണ്. തുടർന്ന് സുസ്മിത ആണെങ്കിൽ ആ മൊബൈലിലെ ലൈറ്റ് വിട്ട് അടിച്ചുകൊണ്ട് താഴേക്ക് വരികയാണ്. അതേസമയം അർജുൻ KCB വിളിക്കുന്നുണ്ട്. അപ്പോൾ എവിടെയോ ട്രാൻസ്ഫോമർ കത്തിപ്പോയി എന്ന് പറയുകയാണ്. അന്നേരം അതിനിപ്പോൾ കുറേ സമയം എടുക്കുമല്ലോ എന്ന് രാഘവനാർ പറയുമ്പോൾ രാത്രി എങ്ങനെ കിടന്നുറങ്ങുമെന്നും പറഞ്ഞ് ഭാമ വിഷമിക്കുകയാണ്. അതേസമയം സുസ്മിത താഴോട്ടിറങ്ങി വരുമ്പോൾ മോൾ ഇവിടെ നിൽപ്പുണ്ടായിരുന്നോ എന്ന് ചോദിക്കുകയാണ്. അന്നേരം ഞാനിപ്പോൾ റൂമിൽ നിന്ന് വന്നേ ഉള്ളൂ എന്ന് പറയുമ്പോൾ ഇരുട്ടത്ത് എവിടെയെങ്കിലും തപ്പി തടഞ്ഞ് വീഴും എന്നിങ്ങനെ ഇവിടെ ഇരിക്കാൻ പറയുകയാണ് ഭാമ. അന്നേരം എനിക്ക് പേടി ആൻറ്റി എന്നും പറഞ്ഞ് സുസ്മിത അങ്ങോട്ട് അഭിനയിക്കുകയാണ് പേടി. അന്നേരം രാഘവനാർക്ക് കൊണ്ട് പല്ലി അടിച്ച് പിടിക്കുകയാണ്. അർജുനും അങ്ങോട്ട് ഇഷ്ടപ്പെടുന്നില്ല. മോളിങ്ങി വാ ഇവിടെ ഇരിയെന്നും പറഞ്ഞ് സത്യഭാമയുടെ അടുത്തേക്ക് സുസ്മിതയെ പിടിച്ചിരുത്തുകയാണ്. ഇരുന്ന ശേഷം സുസ്മിത ആൻറ്റി എന്നും പറഞ്ഞ് സത്യഭാമയുടെ തോളിലേക്ക് ഇങ്ങനെ ചാഞ്ഞു കിടക്കുകയാണ്. അത് കാണുമ്പോഴും രാഘവനാർക്ക് അങ്ങ് കലി കയറുന്നുണ്ട്. രാഘവനാർ അങ്ങ് മുഖം തിരിച്ച് ഇരിക്കുകയാണ്. തുടർന്ന് സുസ്മിതയ്ക്ക് സത്യഭാമ സാരി തുമ്പ് കൊണ്ട് വീശി കൊടുക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ രാഘവൻ നായരങ്ങ് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. തുടർന്ന് പക്ഷേ സുസ്മിത ഇങ്ങനെ മുകളിലേക്ക് നോക്കുന്നുണ്ട്, ഇങ്ങനെ ഏറുകണ്ണിട്ട്. എന്നിട്ട് സത്യഭാമ സുസ്മിതയുടെ നെറ്റിയിൽ ഉമ്മയൊക്കെ കൊടുക്കുകയാണ്. അർജുനും അങ്ങ് മുഖം തിരിക്കുകയാണ് ഇതൊക്കെ കണ്ടിട്ട്. ഇതേസമയം പ്രീതിയുടെ റൂമിൽ ആ മെഴുകുതിരിയിൽ നിന്നും ആ തീ ആളിപ്പടരുന്ന കർട്ടനിലേക്ക് കത്തുകയാണ്. കർട്ടനിലേക്ക് നിന്ന് അടുത്ത കർട്ടനിലേക്ക്, ജനലിൻ്റെ കർട്ടനിലേക്ക് കത്തുന്നുണ്ട്. ആ ഡ്രിപ്പ് ബോട്ടിലൊക്കെ കത്തുകയാണ്. പക്ഷേ ഒന്നും ചെയ്യാൻ കഴിയാതെ പ്രീതി ഇങ്ങനെ കണ്ണും തുറന്ന് കിടക്കുകയാണ്. ഇതേസമയം ആ രാത്രി തന്നെ വിഷ്ണുവും ശാലിനിയും കൂടി കച്ചവടമൊക്കെ കഴിഞ്ഞ് വാനിൽ തിരികെ വരികയാണ്. അന്നേരം ഒരു വീട്ടിലും കറണ്ട് ഇല്ലാന്ന് തോന്നുന്നു. ഇന്ദുമതി അമ്മയുടെ വീട്ടിൽ എന്തായോ എന്തോ പാറമോള് പിണക്കം വഴക്കുണ്ടാക്കി കാണും എന്നൊക്കെ ശാലിനി പറയുകയാണ്. അന്നേരം ഒരു ലൈൻ മാത്രം പോയതാണെന്ന് തോന്നുന്നു എന്നൊക്കെ വിഷ്ണു പറയുകയാണ്. ഇതേസമയം ശാലിനി ചോദിക്കുകയാണ് ഈ വഴി വിഷ്ണുവേട്ടന് ഓർമ്മയുണ്ടോ എന്ന്. അന്നേരം മറക്കാൻ പറ്റുമോ എന്നിങ്ങനെ വിഷ്ണു ചോദിക്കുകയാണ്. വീട്ടിലേക്കുള്ള വഴിയല്ലേ എന്നിങ്ങനെ പറയുകയാണ്. അന്നേരം ശാലിനി പറയുകയാണ് അതൊക്കെ മിസ് ചെയ്യുന്നില്ലേ, വീട്ടിലെ ആ മാളിക
പോലുള്ള വീട്, അതിലെ ഓരോ മുക്കും മൂലയും, മുറ്റത്ത് ചിരിച്ചുകൊണ്ടിരിക്കുന്ന കണിക്കൊന്ന എന്നിങ്ങനെയൊക്കെ പറയുമ്പോൾ കാലം അങ്ങനെയാടോ, തനിക്കും അങ്ങനെയാണെങ്കിലും ഓരോന്നൊക്കെ മിസ് ചെയ്യുന്നില്ലേ, നമുക്ക് ഓരോന്നൊക്കെ നഷ്ടമായി കൊണ്ടിരിക്കുമെന്ന് പറഞ്ഞ് പരസ്പരം അവർ പറഞ്ഞങ്ങ് ആശ്വസിക്കുകയാണ്. ഇതേസമയം പ്രീതിയുടെ റൂമിൽ അങ്ങ് തീ ആളിപ്പടരുകയാണ്. കട്ടിലേക്കും ഒക്കെ തീ എത്തുന്നുണ്ട്. ഇതേസമയം താഴെ സുസ്മിതയാണെങ്കിൽ സത്യഭാമയുടെ തോളിൽ ഇങ്ങനെ ചാഞ്ഞു കിടക്കുകയല്ലേ. എന്നിട്ട് പേടിയൊക്കെ അഭിനയിച്ചുകൊണ്ട് ചോദിക്കുകയാണ്, ആൻറ്റി ഈ ഭൂതപ്രേതാദികളൊക്കെ ഉണ്ടെന്ന് പറയുന്നത് സത്യമാണോ എന്ന്. അന്നേരം രാഘവൻ നായർ കളിയൊക്കെ ചോദിക്കുകയാണ്, ഇരുട്ടിൽ നീ ഇറങ്ങി നടക്കാറില്ലേ എന്ന്. അന്നേരം നടക്കാറുണ്ട് എന്നാലും എന്നിങ്ങനെ പറയുമ്പോൾ അപ്പോൾ രാഘവൻ നായർ തിരിച്ചു പറയുകയാണ്, അപ്പോൾ പിന്നെ അവറ്റകൾ നിന്നെയല്ലേ പേടിക്കേണ്ടത്, നിന്നേക്കാൾ വലിയ ഭൂതവും പ്രേതവും ഒക്കെ എവിടെ ഇരിക്കുന്നു എന്ന് ചോദിക്കുമ്പോൾ ആൻറ്റി കേട്ടില്ലേ അങ്കിൾ എന്നെ കളിയാക്കുന്നു പറയുമ്പോൾ മിണ്ടാതിരിക്കും രാഘവേട്ട എന്നൊക്കെ പറയുമ്പോൾ ഓ ഞാൻ മിണ്ടുന്നില്ലേ എന്ന് രാഘവൻ നായരും പറയുകയാണ്. ഇത്രയുമാണ് ഇന്നത്തെ എപ്പിസോഡിൽ കാണിക്കുന്നത്. പക്ഷേ ഇനി അടുത്ത എപ്പിസോഡിൽ വിഷ്ണു ശാലിനിയും വീടിൻ്റെ അവിടെ എത്തുമ്പോഴേക്കും പ്രീതിയുടെ ജനലിലേക്ക് നോക്കുമ്പോൾ തീ ആളിപ്പടരുന്നത് കാണും. തുടർന്ന് അവർ തന്നെ ഓടി വന്ന് പ്രീതിയെ രക്ഷിക്കുകയും ചെയ്യും. പക്ഷേ സുസ്മിതയാണ് അവിടെ മെഴുകുതിരി കത്തിച്ചതെന്ന് രാഘവൻ നായർ പറയുക തന്നെ ചെയ്യും. രാഘവൻ നായർ കണ്ടല്ലോ സുസ്മിത മെഴുകുതിരിയുമായിട്ട് പോകുന്നത്. അങ്ങനെ ഭാമയിൽ നിന്നും ഒരാദ്യ സംശയം സുസ്മിതയ്ക്ക് നേരെ ഉണ്ടാവുകയും ചെയ്യും. ഇനി പിറ്റേന്ന് രാവിലെ ഇനി പുതിയ അന്വേഷണ ഉദ്യോഗസ്ഥൻ വരുമ്പോൾ സുസ്മിത അടവൊക്കെ അഭിനയിക്കാൻ നോക്കും. പക്ഷേ ഇനി ഒന്നും ഫലിക്കില്ല. ഇനി സുസ്മിതയുടെ വീഴ്ച തന്നെയാണ്. ഓക്കെ, താങ്ക് യു.